ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ജാംഗ്രി റെസിപ്പിയാണ്. ജിലേബി എന്നും പറയും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കപ്പിൽ 1 കപ്പ് വെള്ളം ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷം നമുക്കിനിത് എടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. എല്ലാം നല്ലോണം വെള്ളത്തിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള ഉഴുന്ന് ഒരു മിക്സി ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. നിങ്ങൾ അധികം വെള്ളം ചേർക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല തരികളില്ലാണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉഴുന്നെടുത്ത ആ കപ്പിൽ തന്നെ 1 കപ്പ് കോൺഫ്ലവർ മാവ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കളറിന് ഞാനിപ്പോൾ റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരും. അതുപോലെ ആ ഒരു ഇതുവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിനി പഞ്ചസാര പാവ് കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര 2 കപ്പ് വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് വന്ന് ഗുലാബ് ജാമിൻ്റെ ആ ഒരു പരുവം വരുന്നത് വരെ നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽ പരുവം വേണ്ടി ആവശ്യമില്ല. അതിന് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് 1 ടീസ്പൂൺ അളവ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടും ജിലേബിയിൽ. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ ഇപ്പോൾ എണ്ണയെല്ലാം വാങ്ങുന്ന കവറോ അതേപോലെ ഏതെങ്കിലും ഒരു ഇതിൽ വെച്ച് നിങ്ങൾ മാവ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഹോൾസ് ഉണ്ടാക്കി നിങ്ങൾ ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതോടെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ മാവിൽ തന്നെ ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. അതിനുശേഷം എണ്ണയിൽ നിങ്ങൾ ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു അടുപ്പിലേക്ക് എണ്ണ വെച്ച് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം കുറച്ച് ഇതേപോലെ ഒരു പീസ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. ഇതേപോലെ മാവ് നല്ലോണം മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 2-3 പ്രാവശ്യം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ അത് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് നിങ്ങൾ വരച്ച ശേഷം ഒരു 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് വരച്ചൊന്ന് എടുത്താൽ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ ഇതേപോലെല്ലാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഇന്നൊരു സൈഡും വേവിച്ചെടുത്ത ശേഷം നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്ത് മാറ്റണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമ്മൾക്ക് ഇതേപോലെ ചുട്ടെടുക്കണം. ഇപ്പം ചുട്ടെടുത്തത് നമ്മൾ പഞ്ചസാര പാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമ്മൾക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നിങ്ങൾ പഞ്ചസാര പാവ് ഒരു ഓവർനൈറ്റ് ഫുൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നല്ല ഷുഗർ സിറപ്പ് അതിൽ നല്ലോണം ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങി നല്ല ടേസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3-4 മണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതേപോലെ എല്ലാ ജിലേബിയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.